തലയിലെ താരൻ ഒരാളടുത്ത് മറ്റൊരാളത്തേക്ക് പകരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഉറപ്പാണല്ലോ പകരും എന്നുള്ളത്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളി. അപ്പോ ഈ പകരും പകരും എന്ന് പറയാനുള്ള കാരണം ഒരു പാവപ്പെട്ട മലീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്. അതിന് ഇത് ഉണ്ടാക്കുന്നതിൽ ചെറിയ പങ്കുണ്ട് എന്നുള്ളതുകൊണ്ടാ. ഈ ഫംഗസ് എല്ലാവരുടെ തലയിലും ഉണ്ട്, എന്റെ തലയിലുണ്ട്, അപ്പൊ അത് പകരും എന്ന് പറഞ്ഞ ആളെ തലയിലും ഉണ്ട്. പക്ഷേ അത് ഇങ്ങോട്ട് കുറച്ച് വന്ന് കരുതിയിട്ട് എനിക്ക് ഉണ്ടാവൂല. ആ വന്ന സാധനത്തിനും അല്ലെങ്കിൽ എന്റെ തലയിലുള്ള ഫംഗസിനും വളരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവണം. എന്തൊക്കെയാണ് സാഹചര്യം? കൂടുതലായിട്ടുള്ള ഓയിൽ തലയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്കിന്ന് പൊഴിയണ, തലയിലെ തലയിട്ടിട്ട് സ്കിന്ന് പൊഴിയണ റേറ്റ് കൂടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് തഴച്ചു വളരാൻ നല്ലോണം തഴച്ച് വളരുമ്പോ അവിടെ താരൻ ഉണ്ടാവും. പക്ഷേ അവിടുന്ന് കുറച്ച് എന്റെ തലയുള്ള സാധനല്ലേ, മരുഭൂമിക്ക് മണ്ണേറ്റി മാറിക്കാണ്, അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് വന്നെഴുതിയിട്ട് എനിക്കൊന്നും ഉണ്ടാവില്ല, താരൻ ഉണ്ടാവൂല. അപ്പൊ ഇതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ പകരൂല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം.